സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. 51 അക്ഷരാളീ കലിതതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടു പൂക്കും കുസുമതീലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർബാണഡംഭ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തെ കുമ്പിടുന്നേൻ കടലിണ വലയാധീശ്വരീ വിശ്വനാഥേ. അമ്മേ ശരണം, ഊരകത്തമ്മ തിരുവടിയേ ശരണം. പാടാനുണ്ടോ ഞെരുക്കം ഭവതി കനിയുകിൽ പാമരഞ്ഞും കവിത്വം നേടാൻ വൈഷമ്യമെന്തെന്നുടമ തിരുമിഴിത്തെല്ലു തെല്ലൊന്നയച്ചാൽ ഈടാളും ഭക്തിയോടെ പദതളിരിൽ നമിക്കുന്നൊരെന്നിൽ പനച്ചിക്കാടാളും ദേവി വാഗീശ്വരി കനിയണമേ ചിൽപ്രഭേ സുപ്രഭാതം. വലം കൈയാൽ വാമശ്രവണവും ഇടം കൈവിരലിനാൽ വലം കാതും തൊട്ടക്കടലിണ പിണച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലേ പലകുറി തൊടുന്നേൻ കഴയിണയ്ക്കലം കാരുണ്യാബ്ധേ കളകമവിഘ്നം ഗണപതേ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വത്പരിതോഷകാമ സ്തൗമി പ്രസീദാച്യുത മാരുതേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 14 മുതൽ 17 കൂടിയുള്ള അധ്യായങ്ങളിലായി ശ്രീപരീക്ഷിത് മഹാരാജാവിനെ ശ്രീശുകൻ ചിത്രകേതോപാഖ്യാനം എന്ന വൃത്രാസുരന്റെ പൂർവ്വചരിത്രത്തെ കേൾപ്പിക്കുന്നു. വൃത്രാസുര ചരിത്രം കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവിൻ്റെ മനസ്സിലുണ്ടായ സംശയം അദ്ദേഹം ഇതാ ശ്രീശുക ബ്രഹ്മർഷിയുടെ മുൻപിൽ 7 ശ്ലോകങ്ങളിലായി അവതരിപ്പിക്കുന്നു. പരീക്ഷിത്ത് പറയുകയാണ്, അല്ലയോ ശ്രീശുക ബ്രഹ്മർഷേ, രജസ്തമ സ്വഭാവങ്ങൾ ചേർന്ന പാപിയായ വൃത്രാസുരന് ഭഗവാനായ ശ്രീനാരായണനിൽ ഇത്രയധികം ദൃഢമായ ഭക്തി എങ്ങനെയാണ് വന്നു ചേർന്നത്? സാത്വിക സ്വഭാവന്മാരായ ദേവന്മാർക്കും മഹർഷിമാർക്ക് പോലും ഭഗവത്പാദാരവിന്ദത്തിൽ ഇത്രയും ദൃഢമായ ഭക്തി സാധാരണയായി ജനിക്കാറില്ല. രജോഭി സമസംഖ്യാതാഃ പാർത്ഥിവൈഃ ഇഹ ജന്തവ തേഷാം യേ കേചനേഹന്തെ ശ്രേയോ വൈ മനുജാദയ. പാർത്ഥിവൈഃ രജോഭി സമസംഖ്യാതാഃ ഇഹ ജന്തവഃ. ഭൂമിയിലെ മണൽത്തരികളോട് സമമായ എണ്ണം ജന്തുക്കൾ, ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ദുർലഭം ചില മനുഷ്യർക്ക് മാത്രമാണ് ശ്രേയസ്സിന് ആഗ്രഹമുണ്ടാവുക. അങ്ങനെ ശ്രേയസ്സിന് ആഗ്രഹമുണ്ടാകുന്ന മുമുക്ഷുക്കളായ സജ്ജനങ്ങളിൽ നിന്ന് തന്നെ കോടാനുകോടികളിൽ 1-2 ആൾക്ക് മാത്രമാണ് നാരായണപരത്വം, ഭഗവാനിൽ ഇത്രയധികം ദൃഢമായ ഭക്തി ഉണ്ടാവുക. ഇങ്ങനെയിരിക്കെ ഇവിടെ മഹാഭാവിയും സർവ്വലോകങ്ങളെയും ദുഃഖിപ്പിക്കുന്നവരുമായ വൃത്രാസുരന് എങ്ങനെയാണ് ഭഗവാങ്കൽ ഇത്രയധികം ഭക്തിയുണ്ടായത്? അതും യുദ്ധമധ്യത്തിങ്കൽ വച്ച്. സംഗ്രാമേ ഉൽബണേ ദൃഢമതി കൃഷ്ണേ ആസീൽ. വളരെ ഘോരമായ ആ യുദ്ധരംഗത്ത് വെച്ച് യുദ്ധം കൊടുമ്പിരി കൊണ്ട് താൻ പരാജയപ്പെടും എന്നൊരവസ്ഥയിലെത്തിയപ്പോഴാണ് വൃത്രാസുരൻ്റെ ഈ ഭക്തി അങ്ങനെ തെളിഞ്ഞു കണ്ടത്. ഇതെങ്ങനെ സംഭവിച്ചു ഗുരുനാഥ? ശ്രീശുക ബ്രഹ്മർഷേ, വിസ്തരിച്ച് പറഞ്ഞു തരണേ. നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷീശ്വരന്മാരോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂതൻ ഇവിടെ പറയുന്നു, അല്ലയോ ശൗനകാദി മഹർഷീശ്വരന്മാരെ, പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനെ നല്ലൊരു ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ശ്രദ്ധാലുവായി ഭഗവത് കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീശുവൻ ഇങ്ങനെ പറയാനായി ആരംഭിച്ചു. ഹേ പരീക്ഷിത് മഹാരാജാവേ, ഞാൻ അങ്ങയോട് പറയാൻ പോകുന്ന ഈ ഇതിഹാസം അങ്ങ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഞാൻ വേദവ്യാസ മഹർഷിയിൽ നിന്നും നാരദ മഹർഷിയിൽ നിന്നും ദേവല മഹർഷിയിൽ നിന്നുമൊക്കെ പ്രത്യേകമായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പണ്ട് ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഭൂമിയിൽ എല്ലാവർക്കും ആവശ്യമുള്ള വിഭവങ്ങൾ ധാരാളം തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് 1 കോടി ഭാര്യമാരുണ്ടായിരുന്നു.
സഹസ്രാണാം സഹസ്രാണി ദശ എന്നിവിടെ പറയുന്നു. അത് ഗുണിച്ചു നോക്കുമ്പോൾ 1 കോടി എന്നാണ് കിട്ടുക. അക്ഷരാർത്ഥത്തിൽ 1 കോടി എന്ന് എടുക്കണമെന്നില്ല, അനവധി ഭാര്യമാരുണ്ടായിരുന്നു എന്നിവിടെ താല്പര്യം. സാന്താനികശ്ച അപി നൃപഹ ന ലേഭേ താസു സന്തതിം. ഇത്രയധികം ഭാര്യമാരുണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരു പുത്രനെ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. സാന്താനിക എന്ന് പറഞ്ഞാൽ സന്താനോൽപാദന ശേഷിയുള്ളവനും സന്താനത്തെ ലഭിക്കാൻ അർഹതയുള്ളവനും എന്ന് താല്പര്യം. മറ്റെല്ലാ വിഭവങ്ങളും അദ്ദേഹത്തിന് ധാരാളമായിട്ടുണ്ടായിരുന്നുവെങ്കിലും പുത്രനില്ല എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അംഗിരസ മഹർഷി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. മഹാരാജാവിനോട് എന്താണ് അങ്ങേക്കൊരു ദുഃഖമുള്ളതായിട്ട് തോന്നുന്നത് എന്ന് ചോദിച്ചു. മഹാരാജാവ് പറഞ്ഞു, അല്ലയോ അംഗിരസ മഹർഷേ, അങ്ങ് ത്രികാലജ്ഞാനിയാണ്, ദിവ്യനാണ്. എൻ്റെ മനസ്സിലുള്ള ദുഃഖം എന്താണ് എന്ന് അങ്ങക്ക് അറിയാൻ സാധിക്കുന്നതുമാണ്. എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാനിതാ പറയുന്നു. എനിക്ക് സന്തതിയില്ലാത്തതായൊരു ദുഃഖമാണ് വല്ലാതെ പ്രയാസമായിട്ട് അങ്ങനെ മനസ്സിന് തോന്നണത്. എനിക്കുള്ളതായ ഈ ശ്രീയും സമ്പത്തും ഐശ്വര്യവും സൗകര്യങ്ങളും ഒന്നും എന്നെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല. ക്ഷുത്രുകാമം ഇവാപരേ. വിശപ്പും ദാഹവും ഉള്ളവന് ഭക്ഷണമല്ലാതെ വേറെ എന്ത് കിട്ടിയാലാണ് സന്തോഷമാവുക? അതുപോലെ തന്നെയാണ് പുത്രനില്ലാത്ത എനിക്ക് ഒരു പുത്രനെ കിട്ടിയാൽ മാത്രമേ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇത് കേട്ട അംഗിരസ മഹർഷി ചിത്രകേതു മഹാരാജാവിന് ഒരു പുത്രനുണ്ടാവാനായി സങ്കല്പിച്ച് സൂര്യനെ ദേവതയാക്കി ഒരു യജ്ഞം ചെയ്തു. യജ്ഞപ്രസാദമായ ചരു അംഗിരസ മഹർഷി ചിത്രകേതു മഹാരാജാവിൻ്റെ ഏറ്റവും മൂത്ത പത്നിയായ കൃതദ്യുതിക്ക് നൽകി. ഇതിൻ്റെ ഫലമായി കൃതദ്യുതി ദേവി ചിത്രകേതുവിൽ നിന്ന് ഗർഭം ധരിച്ചു. ചിത്രകേതു മഹാരാജാവിന് വളരെ സന്തോഷമായി, കൃതദ്യുതിക്കും സന്തോഷമായി. എന്തിനധികം പറയുന്നു, രാജ്യം മുഴുവൻ സന്തോഷത്തിൽ ആറാടി. യജ്ഞപ്രസാദം കൃതദ്യുതി ദേവിക്ക് നൽകുമ്പോൾ അംഗിരസ മഹർഷി മഹാരാജാവിനെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. ഹേ രാജൻ, ഭവിതൈകസ്തവ ആത്മജ ഹർഷശോകപ്രദ. അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് ഹർഷശോകപ്രദനായി ഒരു പുത്രനുണ്ടാകും. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം. സന്തോഷവും ദുഃഖവും നൽകുന്നവനായ ഒരു പുത്രൻ, അല്ലയോ മഹാരാജാവേ, അങ്ങയ്ക്ക് ഈ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് ജനിക്കും. അതായത് പുത്രനോ പുത്രിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് സന്തോഷവും സന്താപവും മാറി മാറി അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം. ഇപ്പോൾ ഇതാ പൂർണ്ണഗർഭിണിയായ കൃതദ്യുതി ദേവി പ്രസവിച്ച് അതിസുന്ദരനായ ഒരു ഉണ്ണിയുണ്ടായി. ഉണ്ണി ജനിച്ചതോടുകൂടി രാജ്യവാസികളുടെയും മഹാരാജാവിൻ്റെയും ആനന്ദം 10 മടങ്ങ് അങ്ങനെ വർദ്ധിച്ചു. അവരങ്ങനെ സന്തോഷിച്ചങ്ങനെ കഴിഞ്ഞുകൊടുന്നു. ഇപ്പോൾ മഹാരാജാവിന് കൃതദ്യുതിയിൽ എന്തെന്നില്ലാത്ത സ്നേഹം കൂടുതലായിട്ട് കാണപ്പെട്ടു. മറ്റ് പത്നിമാരുടെ അടുത്തേക്കൊന്നും അദ്ദേഹം ഇപ്പോൾ പോവാറില്ല എന്ന മട്ടായി. കൃതദ്യുതേഹ സപത്നീനാം പ്രജാകാമജ്വരോ ഭവൽ. കൃതദ്യുതിയുടെ സപത്നിമാർക്കെല്ലാം പ്രജാകാമജ്വരം ഉണ്ടായി. പ്രജാകാമജ്വരം എന്ന് പറഞ്ഞാൽ സന്താനേച്ഛ, ജ്വരം എന്ന് പറഞ്ഞാൽ പനി എന്നാണ് അർത്ഥം. ഇവിടെ ആ സന്താനേച്ഛ കൊണ്ടുള്ളതായ ദുഃഖം, പരിതാപം എന്നർത്ഥം. അവരെല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചു, എന്തുകൊണ്ടാണ് മഹാരാജാവിന് ഇപ്പോൾ തങ്ങളോട് പണ്ടത്തെ പോലെ സ്നേഹമില്ലാത്തത്? കൃതദ്യുതിക്ക് ഒരു പുത്രനുണ്ടായത് തന്നെ കാരണം. ഇനി മഹാരാജാവിന് തങ്ങളിൽ പഴയതുപോലെ സ്നേഹം വർദ്ധിക്കണമെങ്കിൽ എന്തു വേണം? തങ്ങൾക്കും അതുപോലെ ഓരോ പുത്രന്മാരുണ്ടാവണം. അതിന് ഇനിയും അനേകം യജ്ഞങ്ങൾ നടത്തണം. ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ ദുഃഖം തീർക്കാനായിട്ട് നാം എന്തു ചെയ്യണം? കൃതദ്യുതിയുടെ മകൻ മരിച്ചു പോകുകയാണെങ്കിൽ കൃതദ്യുതിയും മറ്റ് സപത്നിമാരും ഒരുപോലെ ആയിത്തീരും. നമ്മളിൽ സമത്വം ആയിത്തീരും എന്നർത്ഥം. അങ്ങനെയാണ് അവർ ചിന്തിച്ചത്. സമത്വം വന്നു കഴിഞ്ഞാൽ മഹാരാജാവിൻ്റെ സ്നേഹവും സമമായിട്ട് എല്ലാവർക്കും ലഭിക്കും. ഒരാൾക്ക് വിഭവങ്ങളുണ്ട്, മറ്റൊരാൾക്ക് വിഭവങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ അസമത്വമായി. ഇവർ തമ്മിലുള്ള അസമത്വം തീർക്കാനായിട്ട് ഒന്നുകിൽ വിഭവം ഇല്ലാത്തവന് ഉള്ളവനുള്ളതുപോലെ ആക്കി കൊടുക്കുക, ഒപ്പമാക്കി കൊടുക്കുക എന്നർത്ഥം. അതല്ലെങ്കിൽ ഉള്ളവൻ്റെ വിഭവം നശിപ്പിച്ചു കളയുക. അപ്പോൾ രണ്ടാളും ഒപ്പമായി, വിഭവം ഇല്ലാത്തവരായി. അങ്ങനെ 2 രീതിയിലും നമ്മൾക്ക് സമത്വം കൊണ്ടുവരാൻ സാധിക്കും.
ഇങ്ങനെയെല്ലാം ചിന്തിച്ച് മഹാരാജാവിൻ്റെ മറ്റു ഭഗ്നിമാരെല്ലാവരും കൂടി ഉണ്ണിക്ക് വിഷം കൊടുത്തു കൊന്നു. കൃതദ്യുതിയുടെ നിർദ്ദേശമനുസരിച്ച് ഉണ്ണിയെ കൊണ്ടുവരാനായി ചെന്ന ധാത്രി കണ്ടത് കൃഷ്ണമണികൾ പുറത്തേക്കു തള്ളി ശരീരം മുഴുവൻ നീലനിറമായ നിലയിൽ ചേതനയേറ്റ് കിടക്കുന്ന ആ ശിശുവിനെയാണ്. ഉറക്കെ നിലവിളിച്ചു ധാത്രി. അത് കേട്ട് ഓടി വന്ന കൃതദ്യുതി ദേവിയും നിലവിളിച്ചു, മോഹാത്സ്യപ്പെട്ടു വീണു. മഹാരാജാവ് ഓടി വന്നു. ഇതെല്ലാം കണ്ട് മഹാരാജാവും എന്തെന്നില്ലാതെ അലമുറയിട്ട് നിലവിളിച്ച് മോഹാത്സ്യപ്പെട്ടു വീണു. ഇടയ്ക്ക് ആ മോഹാത്സ്യത്തിൽ നിന്ന് ഉണർന്ന് വീണ്ടും എഴുന്നേറ്റ് ഉണ്ണിയെ കണ്ട് കരയുന്നു. ആ കരച്ചിലിനിടയിൽ വീണ്ടും മോഹാത്സ്യപ്പെടുന്നു. എന്തിനധികം പറയുന്നു, കൊട്ടാരത്തിലുള്ള എല്ലാവരും വന്ന് ഇവിടെ ഇതാ കരച്ചിലോട് കരച്ചിൽ. ആ കരച്ചിലിനായിട്ട് വന്ന കൂട്ടത്തിൽ കൃതജ്ഞതയുടെ സപത്നിമാരും ഉണ്ടായിരുന്നു. ആർക്കും ഒരു സംശയം തോന്നരുതല്ലോ, അവരാണ് കൂടുതൽ കരഞ്ഞത് എന്ന് തോന്നും. ദുഃഖപൂരിതമായ ആ രോദനം വളരെയധികം വിസ്തരിച്ച് ശ്രീശുക ബ്രഹ്മർഷി ഇവിടെ പരീക്ഷത്തിനെ കേൾപ്പിക്കുന്നുണ്ട്. ഉണ്ണി മരിച്ചു പോയിട്ടൊന്നുമില്ല എന്നൊരു വിശ്വാസത്തിലാണ് കൃതദ്യുതി അങ്ങനെ ഉറക്കെ കരയണത്. ഉണ്ണി ഇതാ എഴുന്നേൽക്കൂ, നിന്റെ കൂട്ടുകാരൻ നിന്നെ കളിക്കാനായിട്ട് വിളിക്കണു. ഇങ്ങനെ എത്ര നേരമായി കിടന്നുറങ്ങുന്നു? അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് വളരെ ക്രൂരമായ ഒരു വിനോദമാണല്ലോ ഈ ജീവജാലങ്ങളുടെ നേരെ പ്രവർത്തിക്കണത്. കഷ്ടം കഷ്ടം. ഉത്തിഷ്ഠതാത തൈമേ ശിശവോ വയസ്യാഹ ത്വാമാഹ്വയന്തി നൃപനന്ദന സംവിഹർത്തും സുപ്തശ്ചിരം ഹ്യശനയാ ച ഭവാൻ പരീതോ ഭുങ്ക്ഷ്വ സ്തനം പിബ ശുചോഹരന സ്വഗാനാം. ഉണ്ണി, നീ എത്ര നേരമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങണു? എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, മുല കുടിക്കൂ. നിനക്ക് വിശപ്പില്ലേ? ദാഹല്ലേ? നിന്റെ കൂട്ടുകാർ നിന്നെ കളിക്കാനായിട്ട് വിളിക്കണു. എഴുന്നേറ്റ് ആ കൂട്ടുകാരുടെ കൂടെ കന്നിങ്ങനെ കളിച്ച് ഞങ്ങളുടെ ദുഃഖത്തിന് അറുതി വരുത്തി തന്നിരണേ. ശ്രീശുവൻ പറയാണ്, പരീക്ഷിത്തെ വിലപന്ത്യാമൃതം പുത്രം ഇതി ചിത്രവിലാപനൈ ചിത്രകേതു ഭൃശം തപ്തോ മുക്തകണ്ഠോരുരോധ. മരിച്ചു കിടക്കുന്ന തൻ്റെ ഉണ്ണിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കൃതദ്യുതി ഇങ്ങനെ പല പ്രകാരത്തിലുള്ള പ്രലപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ അത് കേട്ട് ദുഃഖിതനായി ചേർന്ന ചിത്രകേതു മഹാരാജാവ് ഉറക്കെ ഇങ്ങനെ കരഞ്ഞു. അതാ ആ രംഗത്തേക്ക് അംഗിരസ മഹർഷിയും നാരദ മഹർഷിയും എത്തിച്ചേർന്നു. അവർ രണ്ടുപേരും ചേർന്ന് മഹാരാജാവിനെ സാന്ത്വനവാക്കുകൾ പറഞ്ഞ് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. മഹാരാജാവെ, അങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നത് തീർത്തും നിരർത്ഥകമാണ്. ജീവന്റെ ഗതിവിധികൾ ഇങ്ങനെ തന്നെയാണ്. അത് ഓരോരോ ദേഹങ്ങളിലൂടെ സംസരിച്ചു കൊണ്ടിരിക്കും. അതാത് സമയത്തുള്ളതായ ബന്ധങ്ങൾ അതാത് സമയത്തേക്ക് മാത്രമേയുള്ളൂ. അതിനൊന്നും ഒരു നിത്യത്വവുമില്ല. അതുകൊണ്ട് അല്ലയോ ചിത്രകേതു മഹാരാജാവേ, അങ്ങ് ജീവന്റെ ഈ ഗതിവിഗതികളെ കുറിച്ചുള്ളതായ ജ്ഞാനം ഉൾക്കൊണ്ട് സ്വയം മനസ്സിനെ സമാധാനിപ്പിക്കൂ. നാരദ മഹർഷി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങേക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തരാം. വളരെ ശുദ്ധിയോടും ശ്രദ്ധയോടും കൂടി ഈ മന്ത്രം 7 ദിവസം ജപിക്കുകയാണെങ്കിൽ അങ്ങേക്ക് സാക്ഷാൽ ശ്രീസംകർഷണമൂർത്തിയുടെ ദർശനം ലഭിക്കും, അനുഗ്രഹവും ലഭിക്കും. ഇത്രയും പറഞ്ഞ് നാരദ മഹർഷി മരിച്ചു കിടക്കുന്ന ഉണ്ണിയുടെ അടുത്ത് ചെന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ജീവാത്മാവേ, നീ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഈ ദേഹം വിട്ടു പോണത്? നിന്റെ അച്ഛനെയും അമ്മയെയും കുറച്ചു കാലം കൂടി നീ സന്തോഷിപ്പിക്കൂ. അച്ഛൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ട് രാജ്യം ഭരിക്കൂ. ഇത് കേട്ടതുപോലെ മരിച്ചു കിടക്കുന്നതായ ഉണ്ണി അതിന് മറുപടി പറഞ്ഞു. വാസ്തവത്തിൽ ഉണ്ണി മറുപടി പറഞ്ഞു എന്നല്ല, ജീവ ഉവാച, ജീവൻ പറഞ്ഞു എന്നാണ്. ആ ജീവാത്മാവ് താൻ സംസരിച്ചിരിക്കുന്നതായ പൂർവ്വശരീരങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് ജീവന്റെ സംസാരത്തിലുള്ളതായ ഗതിവിഗതികളെക്കുറിച്ച് വിസ്തരിച്ചങ്ങനെ ഒരു പ്രഭാഷണം നടത്തി. ഇവർ ഏതു ജന്മത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയുമായി ഭവിച്ചിട്ടുള്ളത്? ഞാൻ എൻ്റെ കർമ്മഫലമനുസരിച്ച് ഓരോരോ ജന്തുദേഹങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിലൊന്നിലും ആർക്കും എൻ്റെ ഒരു സ്ഥിരമായ ഉടമസ്ഥാവകാശം ലഭിക്കില്ല, ലഭിച്ചിട്ടുമില്ല. വ്യാപാരത്തിനുള്ളതായ പണ്യവസ്തുവിൻ്റെ സഞ്ചാരം പോലെയാണ് ജീവന്റെയും ഈ സഞ്ചാരഗതി. യഥാ വസ്തൂനി പണ്യാനി ഹേമാദീനി തതസ്തത പര്യടന്തി നരേഷു ഏവം ജീവോ യോനിഷു കർത്തൃഷു. കച്ചവടം നടത്താനുള്ള ഒരു വസ്തുവാണ്
പണം. അത് പലതരത്തിലാവാം. സ്വർണമാവാം, വെള്ളിയാവാം, നാണയമാവാം. ഒരു സ്വർണ്ണ നാണയം ആരുടെ കയ്യിലാണോ ഇപ്പോൾ ഇരിക്കുന്നത്, ആ സ്വർണ്ണ നാണയത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോൾ അയാൾക്കാണ്. വേറൊരു വസ്തു വാങ്ങാനായിട്ട് ഈ സ്വർണ്ണ നാണയം അദ്ദേഹം മറ്റൊരാൾക്ക് കൈമാറി കഴിയുമ്പോൾ സ്വർണ്ണ നാണയം പിന്നെ കൈമാറ്റം ചെയ്ത് കിട്ടപ്പെട്ടവൻ്റെ ഉടമസ്ഥാവകാശത്തിലായി തീരുന്നു. അയാളും അത് സ്ഥിരമായിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അയാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഈ സ്വർണ്ണ നാണയം കൊടുത്ത് ആ ആവശ്യം അയാൾ നിർവഹിക്കും. അപ്പോൾ സ്വർണ്ണ നാണയം വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ സ്വർണ്ണ നാണയത്തിൻ്റെ ഉടമസ്ഥാവകാശം സ്ഥിരമായിട്ട് ഒരാളിൽ നിൽക്കുന്നില്ല. അതങ്ങനെ മാറി മാറി ഓരോരുത്തർക്കായിട്ട് കൈമാറ്റം ചെയ്തു പോകുന്നു എന്ന് കാണാം. അതുപോലെ തന്നെയാണ് ജീവൻ്റെ സംസാരഗതി. ഒരു ദേഹത്തിനും ഈ ജീവൻ സ്ഥിരമായിട്ടൊരു ഉടമസ്ഥാവകാശം നൽകുന്നില്ല. ബന്ധുക്കൾ, ജ്ഞാതികൾ, ശത്രുക്കൾ, മധ്യസ്ഥർ, മിത്രങ്ങൾ, ഉദാസീനന്മാർ, വിദ്വേഷികൾ എന്നിങ്ങനെയുള്ളതായ ആ ബന്ധങ്ങൾ പലപ്പോഴും മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. ഇവിടെ ജീവൻ ചൂണ്ടിക്കാണിച്ച പണ്യം എന്ന വസ്തുവിന് ഇന്ന് നമ്മൾക്ക് ഏറ്റവും ഉചിതമായൊരു ഉദാഹരണം കാണാൻ സാധിക്കും. നാം എല്ലാം ഉപയോഗിക്കുന്ന കറൻസി നോട്ടാണ് അത്. അതിനെ ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കുക. ഒരു 100 രൂപ നോട്ട് എടുത്ത് കയ്യിൽ പിടിച്ച് നോക്കിയാൽ ആ 100 രൂപ നോട്ട് 100 രൂപയല്ല എന്നും 100 രൂപ നൽകാമെന്നുള്ളൊരു വാഗ്ദത്ത പത്രമാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ് ₹100 എന്നാണ് അതിലെ വാചകം തന്നെ. ഇത് കയ്യിൽ വച്ചിരിക്കുന്നവന് ഞാൻ 100 രൂപ നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, ദ ബെയറർ, ഇത് കൈവശത്തിൽ ഇരിക്കുന്നവന് എന്നർത്ഥം. അതായത് എപ്പോഴാണോ ഇതിൻ്റെ കൈവശാവകാശം മാറിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ഇതിൻ്റെ ഉടമസ്ഥാവകാശവും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് താല്പര്യം. ഇങ്ങനെ ഏവരിലും ആത്മജ്ഞാനം ഉളവാക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവൻ അവിടെ നിന്ന് നിർഗമിച്ചു. ആ ഉണ്ണിയുടെ ശരീരം ചേതനയറ്റതായി തീർന്നു. ഇതോടുകൂടി ചിത്രകേതു മഹാരാജാവിന് ആത്മജ്ഞാനമുണ്ടായി. ബന്ധുക്കളും അവരുടെ മനസ്സിലുള്ളതായ ദുഃഖത്തെ ആത്മജ്ഞാനം കൊണ്ട് തീർത്തു കളഞ്ഞു. മരിച്ച ഉണ്ണിയുടെ ശവസംസ്കാരാദി പ്രേതക്രിയകൾ യഥാവിധി നിർവഹിച്ചു. സൈത്തം പ്രതിബുദ്ധാത്മാ ചിത്രകേതു ദ്വിജോക്തിഭി ഗൃഹാന്ധകൂപാൻ നിഷ്ക്രാന്ത സരഃപങ്കാദിവദ്യുവ. മഹർഷിമാരുടെ ഉപദേശം കേട്ട ചിത്രകേതു മഹാരാജാവ് ഗാർഹസ്ഥ്യബന്ധത്തിൽ നിന്ന് വിമുക്തനായി തീർന്നു. ചളിക്കുണ്ടിൽ പൂണ്ട ഒരാന അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ എന്ന് പറയാം. അതിനുശേഷം മഹാരാജാവ് കാളീന്തി നദിയിൽ സ്നാനം ചെയ്ത് പിതൃക്കളെ സങ്കല്പിച്ച് തർപ്പണം നടത്തി മൗനത്തോടും അടക്കത്തോടും കൂടി ആ മഹർഷീശ്വരന്മാരെ വീണ്ടും സമീപിച്ചു. ദേഹശുദ്ധിയും മനഃശുദ്ധിയും വന്നവനും ഭക്തനുമായി തങ്ങളെ ആശ്രയിച്ചു മഹാരാജാവ് എന്ന് മനസ്സിലാക്കിയ ശ്രീനാരദ മഹർഷി അദ്ദേഹത്തിന് ആദിശേഷമൂർത്തിയെ സന്തോഷിപ്പിക്കുന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആദിദേശ മഹാവിദ്യാം നാരദ ശേഷതോഷണീം എന്ന് ശ്രീധരീയത്തിൽ പറഞ്ഞിരിക്കുന്നു. ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃഢ നികര കരകമല കുഡ്മളോപലാളിത ചരണാരവിന്ദയുഗല പരമ പരമേഷ്ഠിൻ നമസ്തേ. ശ്ലോകം 18 മുതൽ 25 കൂടിയുള്ള ഭാഗങ്ങളിലായാണ് ശേഷതോഷിണി എന്ന പേരിലുള്ളതായ ആ മഹാവിദ്യാമന്ത്രത്തെ പറഞ്ഞിരിക്കുന്നത്. സംഘർഷണദേവനെ ചതുർവ്യൂഹസ്മരണയോടെ സ്തുതിക്കുകയാണ് ഇതിൽ. ശ്രീനാരദ മഹർഷി ഉപദേശിച്ച മന്ത്രം ജപിച്ചുകൊണ്ട് ചിത്രകേതു മഹാരാജാവ് യാത്ര തുടർന്നു. അങ്ങനെ അദ്ദേഹം സംഘർഷണ ലോകത്തിൽ എത്തിച്ചേർന്ന് ശ്രീസംഘർഷണമൂർത്തിയുടെ ദർശനം ഭംഗിയായി കണ്ട് എന്തെന്നില്ലാത്ത ആനന്ദത്തോടെ ആസ്വദിച്ച് സംഘർഷണമൂർത്തിയെ ഭംഗിയായി സ്തുതിച്ചു. ഭാഗവതത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും കാണുന്ന സ്തുതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക താളത്തിൽ സ്തുതിക്കാൻ പാകത്തിന് ആര്യ എന്ന മാത്രാവൃത്തമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അജിത ജിത സമമതിഭി
സാധുഭിർഭവാഞ്ചിതാത്മഭിർഭവതാ വിജിതാസ്തേപി ച ഭജതാം അകാമാത്മനാം യാത്മദോതി കരുണ. ഹേ അജിത, ചിത്രകേതു ഭഗവാനെ ഇങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. അല്ലയോ അനന്തനാരായണമൂർത്തെ, അങ്ങ് അജിതനാണ്, പരാജയം എന്താ എന്ന് അറിയാത്തവനാണ്, സ്വതവേ പരാജയമില്ലാത്തവനാണ് അവിടുന്ന്. എങ്കിലും ചിലരുടെ മുൻപിൽ അങ്ങ് പരാജയപ്പെടുന്നു, ചിലരാൽ അങ്ങ് ജയിക്കപ്പെടുന്നു. എങ്ങനെയുള്ളവരെ? ജിതാത്മഭി സമമതിഭി സാധുഭി, മനസ്സിനെ കീഴടക്കിയവരും സമഭാവനയുമുള്ളവരുമായ സജ്ജനങ്ങൾ അങ്ങയെ ജയിക്കുന്നു. അതുപോലെ തന്നെ അവർ അങ്ങയാലും ജയിക്കപ്പെട്ടവരാണ്. തേ അപിച്ച ഭവതാ വിജിതാഹ, ആ സജ്ജനങ്ങൾ അങ്ങയാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങ് അജിതൻ തന്നെയാണ്, അതേസമയം സജ്ജനങ്ങളാൽ ജയിക്കപ്പെട്ടവനുമാണ്. അജിതഹ ജിതഹ ജിതഹ അജിതഹ, അങ്ങ് ജിതനുമാണ്, അജിതനുമാണ്, അജിതനുമാണ്, ജിതനുമാണ്. അല്ലയോ സംഘർഷണമൂർത്തേ? അതികരുണ, വളരെ കാരുണ്യവാനായ അവിടുന്ന് അകാമാത്മനാം, ഫലാപേക്ഷയില്ലാതെ ഭജതാം, അങ്ങയെ ഭജിക്കുന്നവർക്ക് ആത്മദഹ, ആത്മാവിനെ തന്നെ നൽകുന്നവനുമാണ്. യാതൊരു തരത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങളും ഇല്ലാത്തവരാണ് അല്ലയോ ഭഗവാനെ അങ്ങയെ ഭജിക്കുന്നവര്. അവർക്ക് ഒരു ആഗ്രഹവും സാധിക്കേണ്ടതായിട്ടില്ല എങ്കിലും അല്ലയോ സംഘർഷണമൂർത്തെ, അങ്ങയെ തന്നെ അവർക്ക് നൽകുന്നു. അതാണ് അങ്ങയുടെ ആ കാരുണ്യത്തിൻ്റെ ആധിക്യം. സ്വാത്മതത്വം വിശേഷാൽ, ഈ സ്വാത്മതത്വം അല്ലയോ സംഘർഷണമൂർത്തെ അങ്ങയുടെ ഒരു പ്രത്യേക വിശേഷമാണ്. മറ്റുള്ള ദേവന്മാർക്കില്ലാത്തതായ ഒരു പ്രത്യേക കാരുണ്യ വിശേഷമാണ് സംഘർഷണമൂർത്തെ അങ്ങയുടെ ഈ ആത്മതത്വം. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നീ അവസ്ഥാത്രയം അങ്ങയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാലും അങ്ങയുടെ അംശങ്ങളായ ബ്രഹ്മാദി സൃഷ്ടാക്കള് പരസ്പരം മത്സരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. അത് തീരെ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അവർക്ക് അവരുടെ പരിമിതികൾ അറിയില്ല എന്നർത്ഥം. പരമാണു മുതൽ അതിസ്ഥൂലമായ ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ആദിമധ്യാന്തങ്ങളിൽ വർത്തിക്കുന്നവനാണ് അവിടുന്ന്. എങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂതം, വർത്തമാനം, ഭാവി എന്നീ കാലഗണനയ്ക്ക് വിധേയനല്ല, അതീതനാണ്. അങ്ങ് എക്കാലവും, അതായത് ആദിമധ്യാന്തങ്ങളിലും ഇടക്കാലത്തും സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നവനാണ്. ഒന്നിനൊന്ന് പത്തിരട്ടിയുള്ള പൃഥിവ്യാദി സപ്താവരണങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രപഞ്ചം പോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അങ്ങയ്ക്ക് ഒരു അണുപോലെയാണ് വർത്തിക്കുന്നത്. മൃഗപ്രായരായവർ അങ്ങയുടെ അംശങ്ങൾ തന്നെയായ ക്ഷുദ്രമൂർത്തികളെ ഉപാസിക്കുന്നു, അങ്ങയെ സ്മരിക്കുന്നില്ല. അവരുടെ ശ്രേയസ്സും ആ ക്ഷുദ്രമൂർത്തികളുടെ കാലത്തോളം തന്നെ വരികയുള്ളൂ. ഒരു രാജസേവകൻ ആ രാജവംശം അന്യം വന്നാൽ നിരാശ്രയനാകുന്നത് പോലെയാണ് അവരുടെ എല്ലാം അവസ്ഥ. അങ്ങ് തന്നെ പ്രപഞ്ചമായി രൂപാന്തരപ്പെടുന്നു, പ്രപഞ്ചം അങ്ങയിൽ വിലയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറയുന്നത് കൊണ്ട് ദ്വൈതത്തെ നിരാകരിച്ച് ഇവിടെ അദ്വൈതത്തെ സ്ഥാപിക്കുന്നു. കടകകുണ്ടലാദികൾ സ്വർണത്തിൻ്റെ വികാരം മാത്രം, ഘടാദികൾ മണ്ണിൻ്റെയും. അപ്രകാരം പ്രപഞ്ചം അങ്ങയിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു വിനോദത്തിന് സ്വയം സൃഷ്ടിക്കുന്നു, തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഉപാദാന കാരണവും നിമിത്ത കാരണവും രണ്ടും ഈശ്വരനിൽ തന്നെ നിക്ഷിപ്തമെന്നർത്ഥം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അണുപ്രായമാകയാൽ ഇദ്ദേഹത്തെ അളക്കാനായിട്ട് ഒരു മാനദണ്ഡവുമില്ല. അതിനാൽ ഇദ്ദേഹം അനന്തൻ തന്നെയാണ്, കാലത്രയ അതീതനാകയാൽ നിത്യനുമാണ്. അല്ലയോ സംഘർഷണമൂർത്തി, ഈയുള്ളവൻ അങ്ങയെ ദർശിച്ചപ്പോൾ തന്നെ ഈയുള്ളവൻ്റെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം നീങ്ങി വിമുക്തനായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ പരമഭക്തനായ ശ്രീനാരദ മഹർഷി അരുളി ചെയ്തത് മറിച്ചാവാൻ ഒരിക്കലും സാധ്യതയില്ലല്ലോ. അങ്ങ് ആദ്യന്തവിഹീനനും പരമഗുരുവും സമസ്ത ജീവജാലങ്ങളുടെയും മനസ്സിൽ എന്തെന്നറിയുന്നവനും ആകയാൽ ഇംഗിതം ഞാൻ അങ്ങയെ പറഞ്ഞറിയിക്കേണ്ടതില്ല. സൂര്യനും ഇന്നാമിനെന്ന് പറഞ്ഞിട്ട് വേണമോ വല്ലതും കണ്ടറിയാൻ? ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ഭംഗം എന്നിവയ്ക്ക് കാരണഭൂതനും ഭേദബുദ്ധി വിട്ടുമാറാത്ത യോഗഭ്രഷ്ടന്മാർക്ക് അപ്രാപ്യനും
പരമഹംസന്മാരായ സന്യാസിവര്യന്മാർക്ക് ഭഗവാനുമായ അങ്ങയ്ക്ക് ഇതാ കോടാനുകോടി നമസ്കാരം. പ്രജാപതികൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലും അങ്ങയെ അനുകരിച്ചാണ്. അങ്ങ് നിർദ്ദേശിച്ചത് അവർ നടപ്പിലാക്കുന്നു എന്നർത്ഥം. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അറിവ് ലഭിക്കുന്നത് അങ്ങയുടെ അനുഗ്രഹത്താലാണ്. അല്ലാത്ത പക്ഷം അവയെല്ലാം ജീവച്ഛവങ്ങളായി തീർന്നിരിക്കും. ഈ ഭൂഗോളം അങ്ങയുടെ ഒരു ഭണത്തിന്മേൽ ഒരു കടുകുമണിയോളമേ ഉള്ളൂ. അത്തരം 1000 ഭണങ്ങളുള്ള അങ്ങയ്ക്ക് ഇതാ കോടാനുകോടി നമസ്കാരം. ഇങ്ങനെ ഇതാ ആ ചിത്രകേതു മഹാരാജാവ് സംഘർഷണമൂർത്തിയെ ഭംഗിയായി സ്തുതിച്ച് തൻ്റെ സ്തുതി സമർപ്പിച്ചു. സഹസ്രമൂർധനെ എന്നിവിടെ സംബോധന ചെയ്തത് ആദിശേഷനെ വിരാൽ പുരുഷനായും വീക്ഷിക്കുന്നു എന്നൊരർത്ഥം വ്യാഖ്യാനിക്കാം. ചിത്രകേതു മഹാരാജാവിൻ്റെ സ്തുതി കേട്ട് ഭഗവാൻ സംഘർഷണമൂർത്തി അത്യന്തം സന്തുഷ്ടനായി ചിത്രകേതു മഹാരാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, നാരദ മഹർഷിയും അങ്കിരസും അങ്ങയ്ക്ക് എന്നെക്കുറിച്ച് ഉള്ള ആ മന്ത്രവിദ്യ ഭംഗിയായിട്ട് ഉപദേശിച്ചു തന്നിട്ടുണ്ടല്ലോ. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അങ്ങ് 7 ദിവസം ആ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തി വിദ്യാധരാധിപത്യം അങ്ങയ്ക്ക് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് ഇതാ അങ്ങ് എൻ്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്ന് എൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിരിക്കുന്നു. ആദിശേഷമൂർത്തി ഇവിടെ ചിത്രകേതു എന്ന മഹാരാജാവിന് അഥവാ ചിത്രകേതു എന്ന ആ വിദ്യാധരാധിപതിക്ക് വളരെ വിശദമായി ആത്മവിദ്യയെ ഉപദേശിക്കുന്നതായി കാണാം. സംഘർഷണമൂർത്തി തൻ്റെ ഉപദേശം ഉപസംഹരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് യാതൊരു തരത്തിലുള്ള പതർച്ചയും കൂടാതെ എൻ്റെ ഈ വാക്യത്തെ ശ്രദ്ധയോടെ കേട്ടു ധരിച്ചതുകൊണ്ട് അങ്ങയ്ക്ക് ജ്ഞാനവിജ്ഞാനങ്ങൾ ഭംഗിയായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഉള്ളിൽ ധരിച്ച് ലോകം മുഴുവൻ അങ്ങ് സഞ്ചരിക്കുക. അധികം താമസമില്ലാതെ അങ്ങ് സിദ്ധനായിത്തീരും. ഇത്രയും പറഞ്ഞ് സംഘർഷണമൂർത്തി അന്തർധാനം ചെയ്തു. ആദിശേഷൻ അന്തർധാനം ചെയ്ത ദിക്കിനെ ലക്ഷ്യമാക്കി ചിത്രകേതു നമസ്കരിച്ചു. പിന്നെ ഭഗവദ്ദത്തമായ ആ വിമാനത്തിൽ കയറി ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. മഹർഷിമാർ, സിദ്ധന്മാർ, ചാരണന്മാർ എന്നിവരാൽ വാഴ്ത്തപ്പെട്ടും വിദ്യാധരിമാരെ കൊണ്ട് വിഷ്ണുഗാനം പാടിപ്പിച്ചും ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും കോട്ടം തട്ടാത്ത വിധം അദ്ദേഹം ലക്ഷം വർഷം അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹം ആ വിമാനത്തിലൂടെ കൈലാസത്തിന് മുകളിലെത്തി താഴത്ത് സിദ്ധചാരണന്മാരാൽ ചുറ്റിപ്പെട്ട ശ്രീപരമേശ്വരനെ ദർശിച്ചു. മഹർഷിമാർ തിങ്ങിയിരിക്കുന്ന ആ സദസ്സിൽ മഹാദേവൻ ശ്രീപാർവതിയെ മടിയിലിരുത്തി ആലിംഗനം ചെയ്യുന്നതായാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം വിമാനം താഴ്ത്തി ശ്രീപാർവതി ദേവിയുടെ സമീപത്ത് വരെ എത്തി. ആ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശ്രീപാർവതി ദേവി കേൾക്കെ മഹാദേവനെ പരിഹസിക്കുന്ന മട്ടിൽ അല്പം വാക്കുകൾ പറഞ്ഞു. ഇദ്ദേഹം ലോകഗുരുവാണ്, എല്ലാവർക്കും ധർമ്മം ഉപദേശിക്കുന്നവനാണ്. എന്നിട്ടും സജ്ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ സദസ്സിൽ ഭാര്യയെ മടിയിലിരുത്തിക്കൊണ്ട് ലാളിക്കുന്നു. മഹാവ്രതധരനായ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കഷ്ടം തന്നെ. മഹാപ്രഭാവനായ ശ്രീപരമേശ്വരൻ ചിത്രകേതു പറഞ്ഞ വാക്യങ്ങൾ കേട്ട് ഒന്നങ്ങനെ ചിരിച്ച് അഭിപ്രായമൊന്നും പറയാതെ മൗനം അവലംബിച്ചു. സദസ്യരും അതനുസരിച്ച് മൗനം അവലംബിച്ചിരുന്നു. എന്നാൽ ശ്രീപാർവതി ദേവിക്ക് ചിത്രകേതുവിൻ്റെ അഹങ്കാരം ശമിപ്പിക്കണം എന്നൊരു ചിന്തയുണ്ടായി. ദേവി പറഞ്ഞു, കൊള്ളാം, ഞങ്ങളെ ധർമ്മശാസ്ത്രാദികൾ പഠിപ്പിക്കാനും മര്യാദ പഠിപ്പിക്കാനുമായിട്ടാണ് നീ വന്നിരിക്കുന്നതല്ലേ? നന്നായി. ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, സനൽകുമാരാദികൾക്ക് പോലും ഒന്നും അറിയില്ല. സാക്ഷാൽ ബ്രഹ്മാവിനും ഒന്നും അറിയില്ല, മഹാദേവനും ഒന്നും അറിയില്ല, സ്വയംഭുവനും ധർമ്മം എന്താണെന്നറിയില്ല. ഇതൊക്കെയല്ലേ നീ പറഞ്ഞതിൻ്റെ താല്പര്യം? ഇവിടെ ശ്രീപാർവതി ദേവി പുത്ര എന്ന് ചിത്രകേതുവിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ അഭിസംബോധന കൊണ്ട് പാർവതിക്ക് ചിത്രകേതുവിൻ്റെ മാതൃസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ അധിക്ഷേപിച്ചത് മാതൃനിന്ദയായി പോയി എന്നും അതിനൊരു ശിക്ഷ താൻ കൽപ്പിക്കുന്നു എന്നും അവിടെ സൂചന. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീപാർവതി ദേവി ചിത്രകേതുവിനെ ശപിച്ചു. നായമരുഹതി വൈകുണ്ഠപാദമൂലോപസർപ്പണം സംഭാവിതമതി സ്തബ്ധ സാധുഭി പര്യുപാസിതം. അഹങ്കാരിയും കേമനാണെന്ന് സ്വയം നടിക്കുന്നവനുമായ ഇവൻ സജ്ജനങ്ങളാൽ ഉപാസിക്കപ്പെടുന്നതായ ശ്രീവൈകുണ്ഠമൂർത്തിയുടെ പാദത്തെ ഉപാസിക്കാനും പ്രാപിക്കാനും ഒട്ടും അർഹനല്ല. അതുകൊണ്ട് പാപയോനിയായ ആസുരജാതിയിൽ പോയി ജനിക്കട്ടെ.
ഇനിയും ഇത്തരത്തിൽ ഒരു സജ്ജന അതിക്രമം ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. ഇങ്ങനെ ശ്രീപാർവതീ ദേവി ശപിച്ചത് കേട്ട ചിത്രകേതു തൻ്റെ വിമാനത്തിൽ നിന്ന് പെട്ടെന്ന് ചാടിയിറങ്ങി ഭഗവതിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മാതാവായ ഭഗവതിയുടെ ശാപം ഇതാ കൈ നീട്ടി വാങ്ങുന്നു. മനുഷ്യരുടെ പൂർവ്വജന്മഫലം അനുഭവിക്കാനാണ് ദേവന്മാർ അനുഗ്രഹങ്ങൾ നൽകുന്നത്. അജ്ഞാനമോഹിതനായ ജീവൻ സംസാരചക്രത്തിൽ എല്ലായിടത്തും ചുറ്റിത്തിരിയുന്നുവെന്നല്ലാതെ സുഖമോ ദുഃഖമോ പ്രാപിക്കുന്നില്ല. സുഖദുഃഖങ്ങൾ പൂർവ്വകർമ്മഫലങ്ങളാണ്. അതിന് ഞാനാണോ മറ്റൊരാളാണോ കാരണക്കാരൻ എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. അജ്ഞാനികൾ തന്നെയും അന്യരെയും അതിന് ഉത്തരവാദിയായി കാണുന്നു എന്ന് മാത്രം. ഈ ഗുണപ്രവാഹത്തിൽ സ്വർഗവും നരകവും ശാപവും അനുഗ്രഹവും എല്ലാം ഇതാ ദ്വന്ദ്ഭാവങ്ങളായി കാണേണ്ടതാണ്. ഇതൊന്നും ഈയുള്ളവനെ പരിഭ്രമിപ്പിക്കുന്നില്ല അമ്മേ. അതുകൊണ്ട് തന്നെ ഈയുള്ളവൻ ശാപമോക്ഷത്തിനായിട്ട് അമ്മയെ പ്രസാദിപ്പിക്കുന്നില്ല. അഥ പ്രസാദയേന ത്വാം ശാപമോക്ഷായ ഭാമിനി യന്മന്യസേ അസാധൂക്തം മമ തൽക്ഷമ്യതാം സതി. അതുകൊണ്ട് തന്നെ അമ്മയോട് ഞാൻ ശാപമോക്ഷം യാചിക്കണില്ല. അമ്മ എന്നെ ശപിച്ചു എന്ന് പോലും ഞാൻ കരുതുന്നില്ല. പൂർവദിഷ്ടം, എൻ്റെ വിധി, എനിക്ക് വരാനുള്ളതായ ഒരു ആപത്ത്, ഒരു അസുരജന്മം നിന്റെ മുൻപിൽ കാത്തിരിപ്പുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ്, അങ്ങനെയായിട്ട് ഞാൻ അത് കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് അമ്മേ, എൻ്റെ വാക്കുകൾ കൊള്ളരുതാത്തതായി എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ശ്രീശിവൻ പറയാണ്, പരീക്ഷിത് മഹാരാജാവേ, ഇത്രയും പറഞ്ഞ് ചിത്രകേതു തൻ്റെ വിമാനത്തിൽ കയറി അവിടെ നിന്ന് അപ്രത്യക്ഷനായി തീർന്നു. ശ്രീപരമേശ്വരൻ ശ്രീപാർവതീയോട് പറഞ്ഞു, അല്ലയോ ദേവി, കണ്ടില്ലേ ഇപ്പോൾ ശ്രീനാരായണ ഭക്തന്മാരുടെ മാഹാത്മ്യം? അവരെ ഒരു തരത്തിലുള്ള ദ്വന്ദ്ങ്ങളും ബാധിക്കുന്നില്ല. ശാപവും അനുഗ്രഹവുമെല്ലാം അവർക്ക് ഒരുപോലെ തന്നെയാണ്. അവർക്ക് ഒരു ശാപം കൊടുത്താൽ തിരിച്ച് ശപിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പോലും അവർ അങ്ങനെ തിരിച്ച് ശപിക്കാറില്ല. ഇതാണ് ശ്രീനാരായണൻ്റെ ഭക്തന്മാരുടെ മാഹാത്മ്യം. ശ്രീ മഹാദേവൻ്റെ വാക്കുകൾ കേട്ട് ഇപ്പോൾ ശ്രീപാർവതീ ദേവിക്ക് മനസ്സിനൊരു ശാന്തത വന്നു. ചിത്രകേതുവിനെ ശപിച്ചപ്പോൾ ദേവിക്കൊരു മനസ്താപം ഉണ്ടായി. ആ മനസ്താപം ഇപ്പോൾ ഭഗവാന്റെ വാക്കുകളിലൂടെ തീർന്ന് ദേവി ശാന്തഭാവത്തെ പ്രാപിച്ചു. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ഈ ചിത്രകേതു എന്ന ചക്രവർത്തി അഥവാ ചിത്രകേതു എന്ന വിദ്യാധരൻ, അദ്ദേഹമാണ് ത്വഷ്ടാവിൻ്റെ ദക്ഷിണാഗ്നിയിൽ വൃത്രൻ എന്ന പേരിൽ ആവിർഭവിച്ചത്. അങ്ങ് ചോദിച്ചതിൻ്റെ മറുപടി എല്ലാം ഞാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു. അസുരജാതിയായ വൃത്രന് എങ്ങനെയാണ് വിഷ്ണുഭക്തി ഉണ്ടായത് എന്ന് ഇപ്പോൾ ഹേ പരീക്ഷിത് മഹാരാജാവേ അങ്ങക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. ചിത്രകേതുപാഖ്യാനം എന്ന ഈ വളരെ പ്രശസ്തമായ ചരിത്രം, വളരെ പുണ്യപൂരിതമായ ചരിത്രം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ശ്രീഹരിയെ സ്മരിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നവർക്ക് ഭഗവത്ഗതി ലഭിക്കും എന്നിങ്ങനെ ഫലശ്രുതിയും പറഞ്ഞുകൊണ്ടാണ് ചിത്രകേതുപാഖ്യാനം ഇവിടെ ശ്രീശുകൻ സമർപ്പിച്ചത്. സജ്ജനപാദാരവിന്ദങ്ങളിലും ഗുരുചരണപാദാരവിന്ദങ്ങളിലും മാതൃപിതൃപാദാരവിന്ദങ്ങളിലും ഭഗവത്പാദാരവിന്ദങ്ങളിലുമായി എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ. വിരാമസ്ഥാവൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.